ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. വളരെ ഒരു ഗുരുതരമായൊരു പ്രശ്നം നടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തൊപ്പി അറിയാം. തൊപ്പി ഒക്കെ അറിയുന്നുള്ളവർക്ക് അറിയാം, ചിലപ്പോൾ അറിയാത്തവരുണ്ടാകും. മേ ബി ഓക്കെ, എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു തെറ്റായിപ്പോവും. മേ ബി അറിയാമായിരിക്കാം, കാരണം ഒരു ഭയങ്കര ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി എന്ന് പറയുന്നത്. നിഹാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം എന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ കാണും, സഹചാരിയായിട്ട് ഇപ്പോൾ കാണുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ഈ അച്ചായൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ. വ്യക്തിപരമായിട്ട് അടിക്കാൻ ആളെന്ന് അറിയത്തൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരു ഭയങ്കരമായിട്ടൊരു ഇത് വന്നിട്ടുണ്ട്. ഒരു ലേഡി രംഗത്ത് വന്നിട്ടുണ്ട്. അതിന് മുമ്പേ നമുക്ക് അച്ചായൻ കഴിഞ്ഞ ദിവസം അദ്ദേഹവും തൊപ്പിയും ഒക്കെ ഉള്ളൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഓക്കെ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഇപ്പോൾ തൊപ്പി ഈ ഒരു വിഷയത്തിൻ്റെ അത് തൊപ്പിയില്ല കേട്ടോ. തൊപ്പി അവിടെ അദ്ദേഹത്തിൻ്റെ എന്താണ് ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയിരുന്നു. ഓക്കെ, അവർ വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു ബർത്ത്ഡേ ആഘോഷം, വളരെ നല്ല കാര്യം. ഓക്കെ, ബെലീറ്റഡ് ബർത്ത്ഡേ വിഷസ് ബ്രോ. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം. പിറന്നാൾ ആശംസകൾ അറിയിച്ച എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇട്ട ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തുള്ളൊരു സ്റ്റോറിയിൽ ഒരെണ്ണം ഇതാണ്. ഇത് കണ്ടാൽ പെട്ടെന്ന് വിചാരിക്കുക ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഒന്നുകിൽ ലവർ അല്ലെങ്കിൽ പാർട്ട്ണർ, ഭാര്യ, പലതും ആവാം. അപ്പോൾ അങ്ങനെ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു സാധനം കഴിഞ്ഞിട്ടില്ല. ഇതിന് മുമ്പ് ഈ ഒരു സ്റ്റോറിക്കകത്ത് വേറെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, അപ്പം ഇവിടെ ഈ കാണുന്ന തൊപ്പിയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ അച്ചായൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നുള്ളൊരു സംഭവം. ഓക്കെ, അവിടെ എല്ലാവരും കൂടെ ചേർന്നുള്ളത് നമ്മളാ കണ്ട വീഡിയോ. ഇതിന് ശേഷം ഇദ്ദേഹം സ്വീറ്റ് ഹാർട്ട്സ് ബർത്ത്ഡേ ഗിഫ്റ്റ്, സ്വീറ്റ് ഹാർട്ടിൻ്റെ എൻ്റെ പ്രിയതമയുടെ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഉമ്മ വയ്ക്കുന്ന ആ ഒരു ഫോട്ടോയൊക്കെ ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം അദ്ദേഹം പിറന്നാൾ ആശംസകൾ അറിയിച്ച് എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോട്ടോയും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു. അപ്പം ഇത്രയും പരിപാടികൾ നടത്തി, പക്ഷേ ഈ കാണുന്ന സ്ത്രീ, ആ സ്ത്രീക്ക് ചിലത് പറയാനുണ്ട്. അത് എന്താണെന്നുള്ളത് കേട്ടാൽ നിങ്ങളും ഞാനും ഒക്കെ ഞെട്ടും. കേൾക്കാം. അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടാനും താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ പറയാൻ കാരണം, പുള്ളിയുടെ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ബർത്ത്ഡേക്ക് പുള്ളി ഒരു സ്റ്റോറി ഇട്ടു. പുള്ളി സ്റ്റോറി ഇട്ടത് എൻ്റെയും പുള്ളിയുടെയും കൂടെ ഒരു ഫോട്ടോ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ പറയട്ടെ, പുള്ളിയായിട്ട് ഞാനിപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ല. പുള്ളിയുടെ അടുത്തും ഞാനില്ല. അത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. പുള്ളി അങ്ങനെ വിചാരിച്ചിട്ടാണ് കുറേ സ്റ്റോറി ഇട്ട് എല്ലാവരെയും കാണിച്ചു വെച്ച് പോയിരുന്നത്. ഞാൻ പുള്ളിയുടെ കൂടെ ഇല്ല. എനിക്കറിയില്ല പുള്ളി എന്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. മിസ്റ്റർ അച്ചായൻ തെമ്മാടിത്തരമല്ലേ കാണിച്ചിരിക്കുന്നത്? ഇപ്പം നിങ്ങൾക്ക് ഒരാളടുത്ത് ഇഷ്ടം ഉണ്ടായിരിക്കാം. മേ ബി ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കാം, വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം, വ്യക്തിപരമായിരിക്കാം. അതൊന്നും പബ്ലിക് അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ നിർബന്ധമില്ല എങ്കിലും ഇപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ല. പക്ഷേ അയാളുടെ ആബ്സെൻസിൽ അയാൾ നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കവേ നിങ്ങളും അയാളും അവരുമായിട്ട് ഏറ്റവും സ്വകാര്യമായ നിമിഷങ്ങളുടെ പോലത്തെ ചിത്രങ്ങൾ ചുംബിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും നിങ്ങളുടെ പേഴ്സണൽ ടൈമിൻ്റെ അകത്തുള്ളൊരു സംഭവങ്ങളെല്ലാം പബ്ലിക്കിലേക്ക് എടുത്ത് ഇങ്ങനെ അത് പ്രചരിപ്പിക്കുമ്പോൾ അതിലെന്ത് സുഖമാണ് താങ്കൾക്ക് കിട്ടുന്നത്? അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് ചിലപ്പോൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യം പേഴ്സണൽ ലൈഫിൻ്റെ അകത്ത് നടക്കാത്തവരാരും ഇല്ല. ഓക്കെ, ആരും വലിയ നന്മ മരങ്ങളൊന്നുമല്ല. ഇങ്ങനെയൊക്കെയുള്ള എല്ലാവരുടെ ലൈഫിൻ്റെ അകത്തും ബന്ധങ്ങളും റിലേഷൻഷിപ്പിൻ്റെ അകത്ത് പല കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നിങ്ങളത് എടുത്തു വച്ചിട്ടും ഉണ്ടാവും. പക്ഷേ അതിന് നിങ്ങളിങ്ങനെ പബ്ലിക്കിൽ ഇട്ടിട്ട് ആ ഒരു കാര്യം, ഞാൻ പോലും അത് കണ്ടപ്പോൾ വിചാരിച്ചത് ഇദ്ദേഹവും ഇവരും തമ്മിൽ ഒരുമിച്ച് തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. നിങ്ങളും അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു കാര്യത്തിലൂടെ കാണിച്ചേക്കുന്നത് ആ സ്ത്രീയെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അപകീർത്തിപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം ഇദ്ദേഹത്തിന് ഇൻറ്റൻഷനലി ഉണ്ടായിരുന്നു എന്നൊരു തോന്നലുമാണ്. പുള്ളി കുറച്ച് പ്രോബ്ലംസ് ആയതുകൊണ്ട് മാത്രമാണ് പുള്ളിയാണ് ഞാൻ ബ്ലോക്കെല്ലാം ചെയ്തു വെച്ചത്. പുള്ളി നല്ല നല്ല സൗഹൃദത്തിലായിരുന്നു ഞങ്ങള്. പുള്ളിയുടെ നല്ല ഇതാണ്. പുള്ളി ഒരു കുഴപ്പം ആ സമയത്തൊന്നും നല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാലും ഉണ്ടായിരുന്നെങ്കിലും ഞാനത് പറഞ്ഞ് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഓക്കെ ആവുമായിരുന്നു. അങ്ങനെ പിന്നെ പുള്ളിയായിട്ടുള്ള കോണ്ടാക്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തപ്പോഴും പുള്ളി ആ ക്യാരക്ടറാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ബാക്കിലോട്ട് വലിഞ്ഞ പുള്ളിയുടെ. അപ്പോൾ പുള്ളിക്ക് എന്തോ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് പുള്ളിക്കാരന് പലവട്ടം പുള്ളിയിൽ എന്തോ ഒരു സ്വഭാവം അവർ പറയുന്നുണ്ട്, എന്തോ ഒരു കാര്യമുണ്ട്. അത് മനസ്സിലാക്കിയപ്പോൾ അവർ ബാക്കിലോട്ട് വലിഞ്ഞു എന്നാണ് അവർ പറയുന്നത്.
എന്ത് കാര്യമാണെന്നുള്ള കാര്യം അവരാരും പറയാത്തത്തോളം നമുക്കും അറിയത്തില്ല. ഓക്കെ ആവില്ല. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് നിന്ന് ഒരാളെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നോർമലി പുള്ളിയോടുള്ള ടോക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ റിലേഷനായിട്ട് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പുള്ളിയോട് ഞാനത് ഓപ്പണായിട്ട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്കിഷ്ടമല്ല, എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കാനാണെങ്കിൽ നിങ്ങളുടെ ഏത് സിറ്റുവേഷനിലും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് എപ്പോഴും ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്ത് ആവശ്യം വന്നെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ നിങ്ങളെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യും, എന്നെ കഴിയുന്ന എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞാൻ പുള്ളി അത്രയും സപ്പോർട്ടായിട്ട് നിന്നൊരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ പുള്ളി ഞാൻ നശിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു മെന്റാലിറ്റി കൊണ്ട് നടക്കുവാണ്. എങ്ങനെ ഈ മനുഷ്യന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നെന്ന് എനിക്കറിയാം. ഒരാളുടെ ലൈഫിൻ്റെ അകത്തുള്ള സോറോഫുൾ മൊമെൻറ്റ്സ്. കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ, കുറച്ച് ദിവസത്തിനല്ല, ഒരു 1-2 ആഴ്ചയ്ക്ക് മുമ്പാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയാണോ ആരോ ഹോസ്പിറ്റലൈസ്ഡാണ്, എന്തോ ഒരു ആരും പൈസയുടെ കാര്യം ആരും അങ്ങ് സഹായിച്ചിട്ടില്ല. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചു, ഭയങ്കര ഇപ്പം ലക്ഷങ്ങൾ 10 ലക്ഷം കോടികളൊക്കെ കിട്ടുന്ന നമ്മുടെ ഈ തൊപ്പി സഹായിച്ചിട്ടില്ലേ. അപ്പോൾ പറയുന്നു, പല കമൻറ്റുകളും കണ്ടു, തൊപ്പി ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹവും അതിനകത്ത് പറയുന്നു തൊപ്പി സഹായിച്ചിട്ടുണ്ടാവും, സഹായിച്ചിട്ടില്ലാതിരിക്കാം എന്നൊക്കെ പറയുന്നു, അവനും വേറെ കാര്യങ്ങളില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അത് കണ്ടപ്പോൾ മൊത്തത്തിൽ സാഡ് മൂഡായിരുന്നു പുള്ളിക്കാരൻ്റെ. പക്ഷേ ഇപ്പം ഈ ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും ഇവരും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുണ്ട്, ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്ന ഒരാളെ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു മാതിരി ആക്കുന്നത് അത്ര നല്ലൊരു പ്രവണതയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളിക്ക് നേരത്തെ ഇതുപോലെ കുറേ പ്രശ്നം എനിക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളി. അപ്പോഴും ഞാൻ ക്ഷമിച്ച് പുള്ളിയുടെ അടുത്ത് പിന്നെയും കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചു. ഓക്കെ പോട്ടെ, സാരമില്ല, അത് തെറ്റ്, പുള്ളിയുടെ വിവരമില്ലായ്മ എന്ന് കണ്ടിട്ട് ഞാനത് മൈൻഡ് അങ്ങനെ ആക്കിയിട്ടുള്ളൂ. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണല്ലോ. പോട്ട് ചിലവർക്ക് അത് സാരമില്ല എന്നുള്ള രീതിയിൽ വെക്കും, ചിലവർ പിന്നെ ആ വഴി തിരിഞ്ഞു നോക്കാത്തവരുണ്ടൊക്കെയുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് ആ ഒരു പോട്ട് സാരമില്ല എന്നുള്ള മെന്റാലിറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കടന്നിപ്പോൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. നോർമലി ടോക്കും എല്ലാം ഉണ്ടായിരുന്നു. പുള്ളി എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഫിനാൻഷ്യലി നല്ല രീതിയിൽ ആ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു തരാം, അതുവരെ ഇവിടെ മറ്റൊരു തരത്തിലെങ്കിലും പുള്ളിക്കാരൻ ചിലപ്പോൾ ഇനി ഇതൊക്കെ കൊണ്ടാണോ ഇവരുടെ സാമ്പത്തികമായിട്ട് ഇവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പുള്ളിക്കാരൻ ഇവരെ സാമ്പത്തികമായിട്ട് സഹായിച്ചു എന്നുള്ളൊരു കാര്യവും, ഇനി അതിന് ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്ത് പുറത്ത് വിടുന്നതാണോ എന്ന് അറിയത്തില്ല. ഇവരെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന പരിപാടിയാണെന്ന് ഇപ്പോൾ ഏതാണ്ട് ക്ലിയറാണ്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് അറിയുന്നവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്കൊരു ആണല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ പുള്ളിയുടെ അടുത്ത് പൈസ ചോദിച്ചത്. പുള്ളി തന്നതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ ഫിനാൻഷ്യലി സെറ്റിൽ, അതായത് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇത് സെറ്റിൽ ചെയ്ത് തരാം എന്നൊക്കെ ഞാൻ സംസാരിച്ചതാണ്. നാളെ ചോദിച്ച ഉടനെ എൻ്റെ ഉണ്ടാവില്ല എന്ന് ഞാൻ സംസാരിച്ചിട്ടാണ് പുള്ളിയുടെ നിന്ന് പൈസ എല്ലാം വാങ്ങിച്ചത്. പക്ഷെ അതിൻ്റെ ബേസിൽ എനിക്ക് പുള്ളി പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ച് നിന്നും ടോർച്ചറിങ് കേൾക്കേണ്ട കാര്യം എനിക്കില്ല. ഇപ്പം നമ്മളൊരു നല്ല സൗഹൃദം, ഇതിനകത്ത് എന്താ പറയുക, ഇപ്പോൾ പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങി, ഇദ്ദേഹമാണെങ്കിൽ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അവരുടെ പേഴ്സണൽ മൊമെൻറ്റ്സ് എടുത്ത് ഷെയർ ചെയ്തു. ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയക്കകത്ത് വന്നിരുന്നിട്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുന്നു, നമ്മൾ കാണുന്നു, സത്യം നമ്മൾ അവർ ചിലപ്പോൾ ഇമോഷണലി ചിലപ്പോൾ ഇട്ടായിരിക്കാം. ബട്ട് ഇതിനെക്കാട്ടിൽ എത്രയോ ഭേദമായിരുന്നു ഒരു ചെറിയൊരു പെറ്റീഷൻ കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുക്കുക, അദ്ദേഹത്തിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുക, ലീഗലായിട്ടുള്ളൊരു കാര്യങ്ങൾ മൂവ് ചെയ്യുക, നിങ്ങൾ പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് ഒരു ലീഗൽ സപ്പോർട്ട് നേടി നിങ്ങൾ ആ ഒരു കാര്യം ഒരു കോംപ്രമൈസിലെത്തുകയോ അങ്ങനെ, അല്ലെങ്കിൽ ഇനി അത് ആവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ അങ്ങനെ, അതല്ലേ ശരിക്കും ഇതിനകത്ത് ചെയ്യേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. കണ്ട ഫോട്ടോയും ഇതിനകത്തുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ തീരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്ങനെ ഇഷ്ടത്തിലാണ് ഇരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്നവരോടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിക്കും, നമ്മുടെ പേഴ്സണൽ കാര്യം. അതെന്ത് നമ്മളെല്ലാവരിലും ഒരു വിശ്വാസം കൊടുക്കുന്നതുകൊണ്ടാണ്. അതിപ്പോൾ അത് വലിയ തെറ്റാണെന്ന് എനിക്കത് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യം അവളുടെ അടുത്ത് തുറന്നു പറയുന്നത്. ഈ ബന്ധങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നമുള്ളൊരു കാര്യം ഇതാ. കാരണം റിലേഷൻഷിപ്പിനകത്തിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ചേർന്നിരിക്കുന്ന ഫോട്ടോസ്, ഉമ്മ വയ്ക്കുന്ന ഫോട്ടോസ്, കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ, ഈവൻ നഗ്ന ഫോട്ടോസിനൊക്കെ പല ആൾക്കാരുടെയും ഭയമാണ്. ഇപ്പം ഭയങ്കരമായിട്ട് നമ്മൾ ചേർന്നിരുന്ന സമയത്തുള്ളൊരു ഫോട്ടോയും വീഡിയോയും ഒക്കെ പുറത്ത് വന്നാലുള്ള ഭയം. ഞാനൊരു കാര്യം പറയാം, ഓക്കെ, കുറേ അധികം നിങ്ങൾക്ക് ഒരു പെയിൻ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് വലിയ കാര്യമായിട്ട് കാണേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇത് മാറണ്ടേ? ഇങ്ങനെയുള്ള ഭയം കൊണ്ട് മാത്രം മരണപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇവർ പുറത്ത് വിടും, നഗ്ന ഫോട്ടോ പുറത്തു വിടും, നഗ്ന വീഡിയോ പുറത്തു വിടും. എന്തുവാണ് ഇത്? ആ നഗ്ന ഫോട്ടോ നഗ്ന വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ കാണുന്ന മറ്റ് പല സ്ഥലങ്ങളിലും അവർ വേറെ കാണുന്നുണ്ടായിരിക്കും. അതിലൊന്ന് കണ്ടു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വേറെ സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ, അഭിമാനച്യുതി സമൂഹത്തിന് എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ള പ്രശ്നങ്ങൾ കാരണമാണ് സൂയിസൈഡ് ഇത് കൂടുന്നത്. ഇതിൻ്റെ കാരണം കൊണ്ട് തന്നെ സൂയിസൈഡ് ആൾക്കാരാണ് വളരെ കൂടുതൽ. ഞാൻ പറയുന്നത്
അതിനെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യാൻ ശ്രമിക്കണമെന്നാണ്. അത് വലിയ ആന കാര്യമല്ല. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും തീർന്നു, അത് കഴിഞ്ഞു. ഇനി ആ നമുക്ക് നെക്സ്റ്റ് ലെവലിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമം. അതോടുകൂടി ഒന്നുമില്ലായ്മ എന്നുള്ള സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാനുള്ളൊരു സംഭവം ത്വര വന്നു തുടങ്ങും. അത്രേ ഉള്ളൂ. പോയി, നഷ്ടപ്പെട്ടത് കഴിഞ്ഞു, നമുക്കിനി തുടങ്ങാം എന്ന് ചിന്തിക്കണം. അല്ലാതെ ജീവിതം കൊണ്ട് നശിപ്പിക്കുന്നതിനോട് ഇക്കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. അതിപ്പോ പിണങ്ങുമ്പോൾ വേറൊരു രീതി, മിണ്ടുമ്പോൾ നമ്മൾ സ്നേഹത്തോടെ ഒക്കെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് വേറൊരു രീതി. അതെങ്ങനെയാണെന്ന് എനിക്കറിയാം. പുള്ളി എന്നെ ഭീഷണിപ്പെടുത്തണം. പുള്ളീനെ ഞാൻ ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ ആ വ്യക്തിയാണ്. ഇപ്പൊ ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടാതെ നമ്മൾ അത്രയും കമ്മിയായിട്ട് നടന്ന് പുള്ളി തന്നെ ഓരോ മീഡിയയിലും പുള്ളി പറഞ്ഞിട്ടുള്ളൂ എന്റെ വൈഫാണെന്നത്. ഒരു ഇന്റർവ്യൂയിലോ ഒരു മീഡിയയിലോ ഒരു ഇതിലോ വന്നിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല പുള്ളി എന്റെ ഹസ്ബൻഡ് ആണെന്നോ അല്ലെ പുള്ളി എന്റെ ലവർ ആണെന്നോ ഞാൻ വന്ന് പറഞ്ഞിട്ടില്ല. സംഭവം ഭയങ്കര ഗുലുമാലാണ്. അദ്ദേഹം പറയുന്നു, ഇൻ്റർവ്യൂവിൽ പറയുന്നത് എൻ്റെ ഭാര്യയാണെന്ന് പറയുന്നു, ഇവർ പറയുന്നു അദ്ദേഹം എൻ്റെ ഭർത്താവല്ല, ലവറും അല്ല, ഒന്നുമല്ല. അപ്പം നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ മനസ്സിലാത്ത വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ദയവായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചേക്കുക എന്നുള്ള കാര്യം മാത്രമേ പറയാനുള്ളൂ. കാരണം നമ്മൾ മറ്റേ ഈ അയ്യപ്പനും കോശിയിലും പറഞ്ഞതുപോലെ നമ്മളിതിലില്ല. കാരണം ഇത് അവരുടെ തന്നെ പേഴ്സണൽ ലൈഫിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ ഒരിടത്തും വന്ന് പറഞ്ഞിട്ടില്ല. അതെല്ലാവരും മനസ്സിലാക്കണം, അത് അയാൾ മനസ്സിലാക്കണം. അപ്പോഴും ഞാൻ പുള്ളിയെ ഷൗട്ട് ചെയ്തേ ഉള്ളൂ, അങ്ങനെ ഇടരുത്, എനിക്ക് ഇഷ്ടമല്ല എന്ന് മാത്രമേ ഞാൻ അങ്ങനെ ഷൗട്ട് ചെയ്തിട്ടുള്ളൂ. പുള്ളി ഇങ്ങനെ കാണുക എനിക്ക് അത്ര ഇനി ഞാൻ കരയാൻ നിൽക്കത്തില്ല. കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോകും. കരഞ്ഞാൽ പുള്ളിയുടെ മുമ്പിൽ പുള്ളിയുടെ വിചാരം ഞാൻ കരഞ്ഞ് ഇങ്ങനെ വന്ന് വീഡിയോ ഇടുമ്പോൾ പുള്ളി ജയിക്കും. അതിന് ഞാൻ സമ്മതിക്കില്ല. ജയവും തോൽവിയും ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ലൈഫിൻ്റെ പ്രശ്നങ്ങളല്ലേ നിങ്ങളുടെ. അല്ലാതെ ജയവും തോൽവിയുടെ കാര്യങ്ങളുടെ അകത്ത് സോഷ്യൽ മീഡിയക്കകത്ത് അങ്ങനെ ഒരു വർത്തമാനം ചർച്ച ചെയ്യുന്നതോട് എന്തോ അറിയില്ല, അവരുടെ വിഷമം. എനിക്ക് പറയാനുള്ളത് എനിക്ക് മുഖത്ത് നോക്കി പറയണം സോജൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നത്. താൻ ഇനി എനിക്കിത് എന്ത് വന്നെന്ന് പറഞ്ഞാലും ശരി, എനിക്ക് പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. പക്ഷെ ഇനി ഇങ്ങനത്തെ നാരിത്തരം കാണിച്ച എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം. അത് ചെയ്യണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ പറഞ്ഞത് പോയിന്റ്, നാരത്തരമാണ് കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പൂർണ്ണ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. അത് ആരാണെങ്കിലും നമ്മളതിന് സോഷ്യൽ മീഡിയക്കകത്തൊരു സംഭവം ചില നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സൊക്കെ പല കാര്യങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു വലിയ പ്രശ്നം നടക്കുവാണല്ലോ, എന്താ ലീഗലായിട്ടുള്ള ഒരു പ്രശ്നമില്ല. അവർ മനഃപൂർവ്വമായിട്ട് പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് അവർക്ക് റീച്ച് ഉണ്ടാക്കുക, ആ റീച്ചിലൂടെ അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക, ആ ചാനലിൻ്റെ അകത്ത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം നിരന്തരമായിട്ട് ആൾക്കാരൊന്ന് നോക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് അതിൻ്റെ സംഭവം. ടാക്ടിക് അതാണ്. അതുപോലെ ഇത് ഒരു ഇഷ്യൂസ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് വർത്തമാനങ്ങൾ ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത്രേ പറയാനുള്ളൂ. ഞാനൊരു നല്ലൊരു ഇതെന്നുള്ള രീതിയിലാണ് ഇത്രയും നാളും നിങ്ങളുടെ അടുത്ത് ഇന്ന് ഒന്നിനും വരണ്ട, പുള്ളിക്കെതിരെ ഒന്നും ചെയ്യണ്ട, പുള്ളിക്കെതിരെ ഒന്നും പറയണ്ട, പോട്ടെ സാരമില്ല, പുള്ളിയുടെ വിവരമില്ല. പക്ഷെ ഇത് കാണിക്കുന്നതൊക്കെ ഭയങ്കര ഓവറാണ്. തനിക്ക് ആരെ നോക്കാനും പറയാനും ഇല്ലായിരിക്കും. താൻ ഓരോ കാര്യങ്ങളും പറയുന്നതും എടുക്കുന്നതും ഒക്കെ എനിക്കറിയാം. അല്ലാത്തന്നെ എന്തെങ്കിലും ഉണ്ട് പ്രൂഫ്. താൻ എന്തൊക്കെ മോശങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്, താൻ എന്താണെന്നുള്ളതിൻ്റെ എല്ലാം എനിക്കറിയാം. അതൊന്നും എനിക്കിവിടെ വിളമ്പാൻ താല്പര്യമില്ല. താൻ എങ്ങനെ ജീവിച്ചോ അത് നിങ്ങളുടെ കാര്യമാണ്. താൻ എങ്ങനെ നടന്നോ, താൻ മോശ വഴിയോ നല്ല വഴിയോ എങ്ങനെ നടന്നോ എന്നെ ബാധിക്കത്തില്ല. അതെനിക്ക് പ്രശ്നമല്ല. എനിക്ക് ഇയാളെ വന്ന് ഫോളോ ചെയ്തിട്ട് താൻ നല്ല വഴിയാണോ നടക്കുന്നതെന്നൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. എനിക്ക് എതിരെ ഇങ്ങനെ കുറേ പ്രാവശ്യം, ഇതൊന്നല്ല രണ്ടല്ല മൂന്നല്ല, താൻ ഒരുപാട് പ്രാവശ്യം വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത്രയും വീഡിയോ കൊണ്ടുവന്നത്. അപ്പോൾ സോജനച്ചായൻ ഒരു ചെറ്റയാണ് എന്നാണ് പറയാതെ പറയുന്നത് അവർ. നമ്മൾ ചിന്തിക്കുന്നൊന്നുമല്ല അച്ചായൻ്റെ ഒരു ഷെയ്ഡ്, മറ്റൊരു ഷെയ്ഡിനകത്ത്. ഇപ്പോൾ ഈ സ്ത്രീ പറയുന്നതിനകത്ത് അവർ സാമ്പത്തികമായിട്ട് കടം വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ പേഴ്സണലായിട്ടുള്ള ചില ബന്ധങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയോ, അത് നമ്മളെ വിഷയമല്ല. പക്ഷേ അതിനുശേഷം അവരെ ഈ സമൂഹ മാധ്യമങ്ങളോട് അപമാനിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ ചുരുക്കമുണ്ടല്ലോ, അത് അത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അതിന് ഇവർ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒന്ന് പറഞ്ഞ് വാൺ ചെയ്യുന്നതായിരിക്കാം മേ ബി. അതർവൈസ് ഇനി ഇതുണ്ടാവുകയാണെങ്കിൽ ലീഗലായിട്ടൊരു കാര്യം ചെയ്യുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ പബ്ലിക്കിൽ കടന്ന് ഇങ്ങനെ വിഴുപ്പലയ്ക്കുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത്ര ഉണ്ട്. എന്നെ കരയാൻ കിട്ടത്തില്ല, ഇനി ഞാൻ കരയത്തുമില്ല. ഞാൻ അത്രയും എനിക്ക് ആരും സപ്പോർട്ടും ചെയ്യേണ്ട, ആരും ചെയ്യേണ്ട. പക്ഷെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇവിടെ ഒന്ന് പറയണമായിരുന്നു. കാരണം എനിക്ക് എല്ലാവരുടെ അടുത്തും വന്ന് പേഴ്സണലി വന്ന് മെസ്സേജ് അയക്കാനോ റിപ്ലൈ കൊടുക്കാനോ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ആരെയും സർട്ടിഫിക്കറ്റും വേണ്ട. പക്ഷെ എനിക്ക് എൻ്റെ ഫാമിലി ഉണ്ട്, എനിക്ക് അവരെ നോക്കണം, അവരെ സേഫ് ആക്കണം. ഓക്കെ, അപ്പം ഇവരുടെ കയ്യിലും സോജനച്ചായൻ്റെ കുറേ വോയിസ് ക്ലിപ്പുകളും മറ്റുള്ള കാര്യങ്ങളും പ്രൂഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കൂടുതൽ കളിച്ചാൽ അവർ പുറത്തു വിടുമെന്നാണ് അവർ പറയുന്നത്. സോ അന്യോന്യം
ഇതിൻ്റെ അകത്തുള്ള റിയൽ ഇഷ്യൂസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്കും അറിയില്ല. അവർ പറഞ്ഞതും പങ്കുവച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതിനെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇതുപോലെ നിരന്തരമായിട്ട് പല കാര്യങ്ങൾ പൊങ്ങി വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ സംസാരിച്ച് പോകുന്നത്. മനുഷ്യൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ അറിയാത്തതെന്ന് വെച്ചാൽ അവരത് പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യപ്പെടാത്തതുകൊണ്ടോ ന്യൂസോ മറ്റുള്ള കാര്യങ്ങളോ വരാത്തതുകൊണ്ടാണ്. പക്ഷേ ഇത് ഷെയർ ചെയ്യപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തുവാണ്, ഇത് വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. സോ എല്ലാ വിഷയങ്ങൾ തന്നെയാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ആൾക്കാരുടെ ക്യൂരിയോസിറ്റിയും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതനുസരിച്ചിട്ട് മാത്രമാണ് തീർച്ചയായിട്ടും ആ ഒരു ലേഡി അവരുടെ ലൈഫിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയുന്നു. അദ്ദേഹം അത് എന്തുകൊണ്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്കും അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ റൂട്ട് ശരിക്കും പോകേണ്ട ലീഗലായിട്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.